എല്ലാവർക്കും ട്രാവലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ ഒരു വയർലെസ് മൈക്കാണുള്ളത്. അപ്പോൾ ഇതേ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ വോയിസ് ക്യാൻസലേഷൻ ഇപ്പോൾ ഓഫാണ്. ഇതിപ്പോൾ വോയിസ് ക്യാൻസലേഷൻ്റെ ഒന്നാമത്തെ സ്റ്റേജാണ്. ഇതിനിങ്ങനെ 3 സ്റ്റേജുകളുണ്ട്. ഓക്കെ, ഞാനത് ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റേജിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ്. ഞാൻ ഫാനിൻ്റെ നേരെ താഴെയാണുള്ളത്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേജിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇനി ഇതിനൊരു റീവർബ് മോഡുണ്ട്. ചെറിയ രീതിയിലുള്ള എക്കോ ഒക്കെ വരുന്നതാണ്. ഇപ്പോൾ അത് ഞാൻ ഓണാക്കിയിട്ടുണ്ട്. ഓക്കെ, ഏതായാലും അതാണ് ഈ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള പ്രൊഡക്റ്റ്. ഗ്രനാറോ എന്ന് പറയുന്ന കമ്പനിയുടെ ബേസിക് മൈക്കാണ്. വോയിസ് ക്യാൻസലേഷനൊക്കെ വരുന്ന 3 സ്റ്റേജായിട്ടുള്ള വോയിസ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. ഇതിന് 850 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത് ആമസോണിലെ പ്രൈസാണ്. ഫ്ലിപ്കാർട്ടിൽ ചെറിയൊരു ഓഫറും കൂടി വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. എനിക്ക് 763-നാണ് പ്രൊഡക്റ്റ് കിട്ടിയത്. ഇങ്ങനെ നല്ല രീതിയിലുള്ള ഒരു പാക്കിങ്ങോട് കൂടിയാണ് പ്രൊഡക്റ്റ് വരുന്നത്. ഗ്രനാറോയുടെ S12 എന്ന് പറയുന്ന മോഡലാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ ബ്ലാക്കാണ്. ആൻഡ്രോയിഡ് ആണ് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോയിസ് ക്യാൻസലേഷൻ്റെ 3 ലെവലുണ്ട് എന്നും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ HD ക്വാളിറ്റിയാണ് ഇതിൻ്റെ സൗണ്ട്. നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടാവും. ഞാൻ സെയിം പ്രൊഡക്റ്റിൽ നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. പോർട്ടബിളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. നല്ല അടിപൊളി പാക്കിംഗ് ആണ്. വയർലെസ് മൈക്രോഫോൺ എഴുതിയിട്ടുണ്ട് 2 സൈഡിലും. ഗ്രനാറോ വയർലെസ് മൈക്രോഫോൺ. ഇവിടെ അതിൻ്റെ ഫങ്ഷനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ ചൈന. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് വരുന്നത്. ഇതിലൊരു ഡാറ്റ കേബിളുണ്ട്, ചാർജിങ് കേബിള്. ഇത് നമ്മുടെ മൈക്കാണ്. ഇത് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യുന്ന ആ ഭാഗമാണ്. ഇത് ഒരു വിൻഡ്ഷീൽഡ് വരുന്നുണ്ട്. ഓക്കെ, ഇതാ വിൻഡ്ഷീൽഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലൊന്നുമില്ല. ഡാറ്റ കേബിൾ വരുന്നുണ്ട്. കുറച്ച് പണിയുണ്ടല്ലോ. നല്ല ടൈറ്റായിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാനാണ്. ഇതിങ്ങനെ ഒരു ചെറിയ ബോക്സിൽ ഇതിൻ്റെ ഡാറ്റ കേബിൾ വരുന്നുണ്ട്. ചാർജ് ചെയ്യാനുള്ളത്. അതായത് നമ്മുടെ മൈക്ക നമ്മൾ പ്രത്യേകം വേറെ ചാർജ് ചെയ്യണം. എന്നാൽ നമ്മുടെ ഈ കണക്ടർ ഇത് നമ്മൾ പിന്നെ ഫോണിൽ ജസ്റ്റ് കണക്ട് ചെയ്താൽ തന്നെ ഇത് ബ്ലിങ്ക് ചെയ്യും. അതെങ്ങനെയാണ് അതിൻ്റെ കണക്ട് ചെയ്യൽ എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. അത്രയാണ് ഇപ്പോൾ ഈ ബോക്സിൽ നമുക്ക് വരുന്നത്. പിന്നെ നമ്മളിത് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ യൂസർ മാനുവലുണ്ട്, എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇതെന്താ താങ്ക് യു കാർഡാണെന്ന് തോന്നുന്നു. വാറൻറ്റി സർവീസ് രജിസ്റ്റർ ചെയ്യൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് കണക്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഓക്കെ, അതിപ്പോൾ നമ്മളെങ്ങനെ കണക്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ ഒരു ഫോൺ എടുത്തിട്ടുണ്ട്. ഫോൺ എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ഈ റിസീവർ ഇതിന് ജസ്റ്റായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ തന്നെ ഇത് ബ്ലിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കും. എന്നിട്ട് പിന്നെ നമ്മുടെ മൈക്ക് എടുത്തിട്ട് മൈക്കയുടെ പിറകിലായിട്ടാണ് സ്വിച്ച് വരുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ജസ്റ്റ് ഒരു 3 സെക്കൻഡ് നെക്കി പിടിച്ചാൽ ഒരു മിനിറ്റ് നമ്മൾ ഈ വിൻഡ്ഷീൽഡൊന്ന് മാറ്റട്ടെ. വിൻഡ്ഷീൽഡ് നമ്മൾ മാറ്റുന്നില്ല, കാരണം
നമുക്കിതല്ലാതെ വേറെ ഒരു ചെറിയ മൈക്കയുടെ സ്പോഞ്ച് കൂടി കിട്ടാനുണ്ട്, അത് കിട്ടിയിട്ടില്ല. ഓക്കെ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മൈക്കയിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഇത് നമുക്ക് പുതിയത് വാങ്ങിയതിൻ്റെ കൂടെ വന്നിട്ടില്ല. അതുകൊണ്ട് വിൻഷീൽഡ് മാറ്റാതെ തന്നെ ഞാനിത് കണക്റ്റായിട്ട് കാണിച്ചു തരാം. ഇതിവിടെ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളിത് ജസ്റ്റ് ബാക്കിൽ ഞെക്കി പിടിച്ചാൽ ഓണായി. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നത് നിന്നു. മീൻസ് ഇത് രണ്ടും കണക്റ്റായി. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്കയുടെ വോയിസ് എത്രത്തോളം ക്ലാരിറ്റി ഉള്ളത് എന്നാണ് ചെക്ക് ചെയ്യണത്. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫോണിൻ്റെ തന്നെ മൈക്രോഫോണിലൂടെയാണ്. ഇനി നമ്മൾ ഇത് റിസീവർ കണക്ട് ചെയ്തു. ഓക്കെ, ഇപ്പം മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. ഇത് നോയ്സ് ക്യാൻസലേഷന് ഇല്ലാതെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം അത് ക്ലിയർ ഉണ്ട് എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഫാനിൻ്റെ നേരെ താഴെയാണുള്ളത്. ഇനി നമ്മൾ നോയ്സ് ക്യാൻസലേഷൻ ഓണാക്കിയിട്ട് സംസാരിക്കുകയാണ്. ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ സ്റ്റേജ് 1 ആണ്. ഇതിലെത്രത്തോളം നോയ്സ് റെഡ്യൂസ് ആകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് നോയ്സ് ക്യാൻസലേഷൻ സ്റ്റേജ് 2 ആണ്. ഇപ്പോൾ എത്രത്തോളമാണ് നോയ്സ് ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നോയ്സ് ക്യാൻസലേഷൻ 3 ആണ്. എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഞാൻ ഫോണിൻ്റെ പിറകിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇത് നോയ്സ് ക്യാൻസലേഷൻ 3 ആയപ്പോൾ ഇപ്പോൾ എത്രത്തോളം നോയ്സ് ഒരുപാട് റെഡ്യൂസ് ആയിട്ടുണ്ടാകും. നിങ്ങൾക്ക് തീരെ കേൾക്കാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. ചുറ്റും റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഹോണ് ഭയങ്കരമായി മുഴക്കുന്നുണ്ട്. അതൊന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അടുത്തത് നമ്മൾ ഇതിൻ്റെ റീവർബ് മോഡ്, ചെറിയ രീതിയിൽ എക്കോ ഒക്കെ വരുന്നതൊന്ന് പരീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പ്രസ് ചെയ്തപ്പോൾ അടുപ്പിച്ച് 3 പ്രാവശ്യം നക്കിയപ്പോഴാണ് റീവർബ് മോഡ് ഓൺ ആയിട്ടുള്ളത്. ഒരു ചെറിയ എക്കോയിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വീഡിയോ കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക. ഒരു കണ്ടൻറ് ക്രിയേറ്റർക്കൊക്കെ പറ്റിയ ബേസിക് ആയിട്ടുള്ള ഒരു 850 രൂപക്കൊക്കെ വാങ്ങാൻ പറ്റിയ നല്ലൊരു മൈക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, താങ്ക് യു.